വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി ഫോർട്ട് കൊച്ചി നവജീവൻ പ്രേക്ഷിത സംഘം സാമൂഹ്യ സേവനത്തിന് മാതൃകയായി 100-ൽ പരം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പ്രസിഡന്റ് മേരി റേച്ചലിന്റെ അധ്യക്ഷതയിൽ CPM കൊച്ചി ഏരിയ കമ്മിറ്റി സെക്രട്ടറി PS രാജു പഠനോപകരണത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫോർട്ട് കൊച്ചി നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ നേതൃത്വത്തിൽ 100-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകാൻ ലക്ഷ്യമിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടനം CPM കൊച്ചി ഏരിയ കമ്മിറ്റി സെക്രട്ടറി PS രാജം ആൽഡ്രിൻ ആരോണിന് പഠനോപകരണം നൽകി നിർവഹിച്ചു. മയക്കുമരുന്ന് പറയുന്ന വിപത്ത് വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഈ മയക്കുമരുന്നിനെ ഏറ്റവും കൂടുതൽ അടിപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിനകത്തുള്ള പുതിയ തലമുറയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും കൊച്ചുകുട്ടികളുമാണ് എന്നുള്ളതാണ് സർവേ എടുത്ത് പരിശോധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസിഡന്റ് മേരി റേച്ചൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM കൊച്ചി ഏരിയ കമ്മിറ്റി അംഗം PJ ദാസൻ, ജോൺസൺ വള്ളനാട്ട്, ഡെലി സേവ്യർ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രവർത്തകർ ഒരു പക്ഷേ പെട്ടെന്ന് നടത്തി തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള ഒട്ടനവധി കുട്ടികൾക്ക് ഇവിടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ നിർബന്ധമായ കുട്ടികളെ സഹായിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ സംഘടന മാറുകയാണ്. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ നവജീവൻ പ്രേക്ഷക സംഘത്തിന്റെ പരിപാടി പങ്കെടുക്കുന്നത്. നമ്മുടെ കൂട്ടിശാലയിലായിരുന്നപ്പോൾ അവിടെ ഒരു പരിപാടി അന്വേഷിക്കുകയും അവിടെ നിന്നാണ് ബിരിയാണി കൂടി കഴിച്ചിട്ടാണ്. 7 വർഷക്കാലമായി കൊച്ചിയിലും ആലപ്പുഴ ജില്ലയിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നവജീവൻ പ്രേക്ഷിത സംഘം. ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം, കൊറോണ കാലത്തും അതുപോലെ തന്നെ നിരവധി അവസരങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായിരുന്ന സംഘടനയാണ് നവജീവൻ പ്രേക്ഷിത സംഘം. നമുക്കറിയാം, കൊറോണ കാലത്ത് കണ്ണമാലി പ്രദേശത്ത് കലകേറിയപ്പോൾ ആദ്യമായി ഓടിയെത്തിയത് നവജീവൻ പ്രേക്ഷിത സംഘത്തിന്റെ പ്രവർത്തകരാണ്. സുഖമില്ലാതെ വീൽചെയറിൽ കഴിയുന്ന സുലേഖ ബീവിക്ക് കൗൺസിലർ ഷീബാലാൽ TV കൈമാറി. ഡിവിഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഈസ്റ്ററിനാണ് നമ്മള് പരിപാടി നടത്തിയപ്പോൾ ഞാൻ ഇതിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞ ഡിവിഷനിൽ നമുക്കൊരു പരിപാടി നടത്തണം ചെയ്യാമെന്ന് അവരേറ്റു. നവജീവന്റെ സെക്രട്ടറി പറഞ്ഞ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഞാൻ നവജീവന്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. സത്യത്തിൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. തൂപ്പടിയിലേക്ക് വരുന്ന പരിപാടിയുടെ ആ ഒരു ജനങ്ങളെ പങ്കാളിത്തം കാണുന്നത്. ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ എല്ലാ ഫലങ്ങളും കൊടുക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നതിനു പുറമെ മറ്റു വിദ്യാർത്ഥികൾക്കും മാതൃകയായ സുലേഖയെ മേരി റേച്ചൽ അഭിനന്ദിച്ചു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതും പഠിപ്പിക്കുന്നതും. എല്ലാം നല്ല സ്കൂളിൽ വിടണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെയാണ് എല്ലാ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത്. എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ പല തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമകളാവുകയും ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളോടൊന്ന് പറയട്ടെ, മക്കളെ, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് എന്തോരം പാടുപെട്ടാണ് നിങ്ങളെ എവിടെ സ്കൂളിൽ വിടുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരു കുഞ്ഞു വന്നിട്ട് പറഞ്ഞു, ആന്റി എനിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ആന്റി ബാഗും ബുക്കും തന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രം മതിയോ? എല്ലാവർക്കും കൊടുക്കാം, നീ വിഷമിക്കുന്നു. കൊച്ചി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നവജീവൻ പ്രേക്ഷിത സംഘം നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നും ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും PS രാജം പറഞ്ഞു. ജെസ്സി ജോസഫ്, ഫ്ലോറി കുഞ്ഞപ്പൻ, ചിന്ന സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഒറ്റയ്ക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.